മുംബൈക്ക് ഇതിനോടകം നിരവധി മികച്ച നായകന്മാർ ഉണ്ടായിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ, റിക്കി പോണ്ടിംഗ്, ഹർഭജൻ സിംഗ്, രോഹിത് ശർമ്മ എന്നിവരെല്ലാം ടീമിന്റെ വിജയത്തിനായി നിർണായക സംഭാവന ചെയ്തവരാണ്. മുംബൈയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അടുത്ത സീസണിൽ ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനായി ഞങ്ങൾ ചുമതലപ്പെടുത്തുകയാണ് എന്നാണ് ടീമിന്റെ ഗ്ലോബൽ ഹെഡായ മഹേല ജയവർദ്ധന ഈയൊരു നിയമനത്തെക്കുറിച്ച് പറഞ്ഞത്. ശരിയാണ്, മുംബൈ ഇത്തവണയും കരുത്തരുടെ നിര തന്നെയാണ്. ശക്തരായ നിരവധി മികച്ച താരങ്ങൾ മുംബൈക്കൊപ്പമുണ്ട്. എന്നാൽ രോഹിത് ശർമ്മയ്ക്ക് അദ്ദേഹത്തിന് നായകസ്ഥാനം നഷ്ടമായതോടെ അദ്ദേഹത്തിന്റെ ടീമിലെ ഭാവിയും ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. മോശം പ്രകടനം നടത്തിയാൽ ഒരുപക്ഷെ രോഹിത്തിനെ മുംബൈ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റി നിർത്താനും ഇനി സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ രോഹിത്തിനത് വലിയ തിരിച്ചടിയായി മാറുമെന്നുറപ്പാണ്. ഹാർദിക്കിന് കീഴിൽ രോഹിത്തിന്റെ പ്രകടനം എങ്ങനെയാവുമെന്നും കാത്തിരുന്ന് തന്നെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുംബൈയെ സംബന്ധിച്ച് ലേലം വളരെ നിർണായകമാണ്. മികച്ച പേസർമാരെ മുംബൈക്ക് ആവശ്യമാണ്. ജോഫ്ര ആർച്ചറെ ഒഴിവാക്കിയതിനാൽ ബുംറയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു പേസർ മുംബൈക്ക് അത്യാവശ്യമാണ്.